അന്വേഷണം അടക്കം നീണ്ടുപോകുന്ന അതെ, അത് ഞാൻ രാവിലെ തന്നെ പറഞ്ഞായിരുന്നു. രാവിലെ തന്നെ ഞാനുള്ള വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഞാനങ്ങ് പറഞ്ഞു വിട്ടതല്ല. അതിൽ ഓരോ ദിവസവും വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ കൊലപാതകത്തിനെ കുറിച്ചുള്ള ഓരോ വാർത്തകൾ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത് ചിലപ്പം ന്യൂസ് എടുത്ത് നോക്കുമ്പോൾ, പത്രം എടുത്ത് നോക്കുമ്പോഴും, ഒരു ചാനലും നോക്കുമ്പോഴും ഇത് തന്നെയാണ് അറിയപ്പെടുന്നത്. എല്ലാ ദിവസവും അറിയുന്നത്. ഇന്ന് തന്നെ ഈ 33 പേരെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നു. അവരെ സസ്പെൻഷൻ പിൻവലിച്ചു. 2 ദിവസം മുമ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ല, ഇതിന് ഈ ആൻറ്റി റാഗിംഗ് സെല്ലിന് പരാതി കൊടുത്ത കുട്ടികളെ കോളേജിൽ സസ്പെൻഡ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ എല്ലാ ദിവസവും വളരെ ദുഃഖകരമായിട്ടുള്ള ഓരോ വാർത്തകൾ കേൾക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളവർക്ക് സന്തോഷമായിരിക്കും, എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട ഗവർണറെ കാണണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് വന്നത്. അത് കാണണമെന്ന് അത് അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നു, പക്ഷേ എനിക്ക് കാണാൻ പറ്റി. എനിക്ക് അതൊരു ഭാഗ്യമായിരുന്നു. എനിക്കറിയാം അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ആവലാതി അദ്ദേഹം കേൾക്കുന്നുള്ള എനിക്ക് ഉറപ്പാക്കി. എൻ്റെന്നല്ല, ആരുടെയും കേൾക്കും. അദ്ദേഹം അങ്ങനെയുള്ള ഒരാളല്ല. അതിൽ പാർഷ്യാലിറ്റി ഉള്ളതും അങ്ങനെയൊന്നുമുള്ളതല്ല. ന്യായമുണ്ടെങ്കിൽ അദ്ദേഹം കൂടെ നിന്ന് കേൾക്കും. കൂടെ നിന്നിട്ട് അത്രയ്ക്കും ചങ്കുറപ്പുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ പോയത്. ഇല്ലെങ്കിൽ ഞാൻ പോയില്ല. അല്ല, അങ്ങനത്തെ ഉറപ്പുകളല്ല തന്നത്. കാര്യം ഞാൻ എൻ്റെ ആ പരാതികൾ പറഞ്ഞു. കുറച്ച് പേരായി ഇതുവരെയ്ക്കും ഒത്തിരി ദിവസമായിട്ട് പരാതി മുമ്പോട്ട് പോകുന്നില്ല. അത് മാത്രമല്ല, ഓരോ ദിവസവും ഈ സസ്പെൻഷൻ നടന്നുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നവരാകുമ്പോൾ എല്ലാം പുറത്താക്കുന്നു എന്നുള്ള ഇതിലൊക്കെ എനിക്കറിയാമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. എനിക്കറിയില്ല ഒരു ഗവർണർക്ക് ഏതൊക്കെ രീതിയിൽ പരാതി കൊടുക്കണം, ഏതൊക്കെ രീതിയിൽ സംസാരിക്കണം. സത്യം പറയാമല്ലോ, എനിക്കത് അറിയില്ല. പക്ഷേ എനിക്കറിയാമെന്നുള്ളതുപോലെ ഞാൻ പറഞ്ഞ് ഫലിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം ക്ഷമയോടെ തന്നെ ഇതൊന്നും കേട്ടിട്ടു, എല്ലാം കേട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ സസ്പെൻഷൻ പിൻവലിച്ചിട്ടുള്ള അത് പുള്ളി സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞു. ശരിയായി, ഞാൻ കേട്ടു. ആ 33 സസ്പെൻഷൻ പിൻവലിച്ചു, അറിഞ്ഞായിരുന്നു. അത് പിൻവലിച്ചു. പിന്നെ അവിടുത്തെ VC ഇപ്പോൾ രാജിവെച്ചു എന്ന് പറയുന്നു, പുതിയ VC എന്നൊരു ന്യൂസിലിപ്പം കേട്ടു. മതിയായി എന്ന് പറയുന്നു. അതെന്താണെന്നറിയില്ല. അവിടുത്തെ ഇപ്പോൾ ഞാൻ അറിഞ്ഞതാണ്. അതുപോലെ ഓരോ ദിവസം ഓരോ ന്യൂസ് ഇങ്ങനെ എനിക്ക് കേൾക്കുമ്പോഴേ എനിക്ക് ഭയങ്കര മാനസിക പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ തീരുമാനിച്ചത്, ഇവിടെ വന്നത്. അല്ല, ഞാൻ VCക്കെതിരെ പരാതി പറയാനല്ല വന്നത്. ആ നടപടിക്കെതിരെ പരാതി പറയാനാണ് വന്നത്. ഇങ്ങനെ എന്തുകൊണ്ടൊരു നടപടി എടുത്തു, അല്ലെങ്കിൽ ആരോട് അല്ല, എന്താണ് അതിനുള്ള ഉത്തരവ്, ഗവൺമെൻറ് ഉത്തരവ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അത് അറിയാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ ആവലാതി അറിയിക്കാൻ വേണ്ടി. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അത് ആ ഒരു ഉത്തരവ് അവർ സ്റ്റേ ചെയ്തിട്ടുണ്ട്, പേടിക്കേണ്ട, ന്യായമായിട്ട് എന്തിനും എൻ്റെ കൂടെ ഉണ്ടെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ന്യായമായിട്ട് തന്നെയാണ് അദ്ദേഹം പ്രവർത്തിക്കുകയുള്ളൂ, എനിക്ക് ഉറപ്പാണ്. ഈ സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുന്നത് സ്റ്റേ ചെയ്യാവുന്നതാണോ? അത് എടുത്തിട്ടുള്ള സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റേ ചെയ്ത കാര്യം പുള്ളി മരവിപ്പിച്ചിട്ടുണ്ട്. സസ്പെൻഷനിലേക്ക് തന്നെ നിൽക്കും. അത് ഉറപ്പായിട്ട് അവിടെ അങ്ങനെ CBI അന്വേഷണത്തിലേക്ക് പോകുന്നതിന് സംസ്ഥാന സർക്കാരിൻ്റെ വിജ്ഞാപനം വന്നിട്ടില്ല എന്ന് വാർത്തയുണ്ടായില്ല. അല്ല, ഗസറ്റ് വിജ്ഞാപനം വന്നിട്ടുണ്ട്. അതാണ് ഗസറ്റ് വിജ്ഞാപനം സംസ്ഥാന സമ്മേളനത്തിൽ സർക്കാരിന് വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് ഒഫീഷ്യലായിട്ട് പോകേണ്ട ഒരു ലെറ്റർ CBIക്ക് പോകേണ്ടത് അത് ഇതുവരെയും പോയിട്ടില്ല. അത് ഇവർ മനഃപൂർവ്വം തടഞ്ഞു വെച്ചിരിക്കുക. ഞാൻ ആരോപിച്ചതല്ല, ഞാൻ പറയുന്നതാണ്. അത് മനഃപൂർവ്വം തടഞ്ഞു വെച്ചേക്കുക. അത് എന്തുകൊണ്ട് തടഞ്ഞു വയ്ക്കുന്നു, അത് അയച്ചാൽ എന്താ ഇവർക്ക് കുഴപ്പം? അത് എനിക്കത് അറിയണം. എനിക്ക് അറിഞ്ഞല്ലേ പറ്റുള്ളൂ. എനിക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അല്ല, അദ്ദേഹത്തിന് അങ്ങനെ കൂടുതലായിട്ട് അതിലങ്ങനെ ഇടപെടാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും അതിലെല്ലാത്തിനും ഉണ്ട്. അതിനും എല്ലാത്തിനും ലിമിറ്റുണ്ട്. ആ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അത് ഉടനെ ചെന്ന് ഇടപെടാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ആവലാതി പറയാൻ എനിക്ക് അവകാശമുണ്ട്. അദ്ദേഹം ഇടപെടുമോ ഇല്ലേ എന്നുള്ള കാര്യം അവിടെ ഓഫീസോ അല്ലെങ്കിൽ അതിൻ്റെ നിയമപാലകർ നോക്കിയിട്ട് അദ്ദേഹം അത് പ്രവർത്തിക്കും. പക്ഷേ എനിക്ക് എൻ്റെ പരാതി പറയാമല്ലോ, അതാണ് ഞാൻ വന്നത്. സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള സസ്പെൻഷൻ പിൻവലിക്കൽ പോലെയുള്ള നടപടികൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ അല്ല, അങ്ങനത്തെ ഒരു ഉറപ്പ് തന്നിട്ടില്ല. പക്ഷേ ന്യായമായിട്ട് നീതിയായിട്ട് അത് പോവുള്ളൂ. അല്ലാതെ ഇല്ലീഗലായിട്ടുള്ള യാതൊരു പ്രവർത്തനവും ഉണ്ടാവില്ല. എനിക്ക് അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട്. അത് എനിക്ക് തന്ന ഉറപ്പല്ല, അദ്ദേഹം കേരള സമൂഹത്തിന് കൊടുത്ത ഉറപ്പാണ്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ രാജ്യത്തിന് കൊടുത്ത ഉറപ്പാണ്. കാരണം ന്യായമായിട്ട് നിൽക്കുകയുള്ളൂ, ഏതൊരു രീതിയിലുള്ള അനീതിക്കും കൂട്ടു നിൽക്കില്ല എന്നൊരു ഗവർണർ കാണിച്ചു കൊടുത്തതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. അതുപോലെ എല്ലാവരും കാണിക്കാൻ നിൽക്കുകയെങ്കിൽ ശരിക്കും പറഞ്ഞവർ 2 മാസം കൊണ്ട് തന്നെ രാജ്യം തന്നെ രക്ഷപ്പെടും. നിർഭാഗ്യവശാൽ ആരും കാണിക്കുന്നില്ല. ഈ VC സസ്പെൻഡ് ചെയ്ത് ഉൾപ്പെടെയുള്ള ഇടപെടൽ നടത്തിയത് ഗവർണറാണ്. ഗവർണറുടെ ഭാഗത്ത് നിന്ന് അതിനകത്തൊരു നടപടി ഉണ്ടാകും. പക്ഷേ ഈ കേസ് തുടർ നടപടികൾ ഗവർണറുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ അനുകൂലമായി ഉണ്ടാകും. ഗവർണർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ രീതിയിൽ ചെയ്യുമെന്നുള്ള എനിക്കൊരു ഉറപ്പുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ലിമിറ്റില്ല, എന്തൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അതുകൊണ്ട് ആ ന്യായമായിട്ട് എനിക്ക് എൻ്റെ കൂടെ നിൽക്കാമോ, അല്ലെങ്കിൽ എൻ്റെ കൂടെ എന്നല്ല, ഈ കേരള സമൂഹത്തിന് ഈ ഉണ്ടായിട്ടുള്ള ഈ നാണക്കേട്
അല്ലെങ്കിൽ ഈ ഒരു മാനക്കേട് എന്ത് മാറ്റാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് മാറ്റാൻ പറ്റുമോ സഹായിക്കണം പുള്ളി സഹായിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് ഞാൻ അത് ഉറച്ചു വിശ്വസിക്കുന്നു.